ഇന്ത്യൻ സമുദ്രാതിർത്തി കാക്കുക എന്ന ലക്ഷ്യത്തോടു കൂടിയാണ് 2 യുദ്ധക്കപ്പലും ഒരു അന്തർവാഹിനിയും ഒരേ സമയം നമ്മൾ നീറ്റിലേക്ക് ഇറക്കാൻ പോകുന്നത്. ജനുവരി മാസം 15-ാം തീയതിയാണ് ഔദ്യോഗികമായി ഇവ നീറ്റിലേക്ക് ഇറക്കുന്നത്. അപ്പോൾ ഇന്ത്യൻ അതിർത്തിയെ കാക്കാനായിട്ട് പുതിയൊരു സംവിധാനം വന്നപ്പോൾ ലോകരാജ്യങ്ങളൊക്കെ തന്നെ ഇത് ഉറ്റുനോക്കുന്നുണ്ട്. ഏറ്റവും അധികം അയൽ രാജ്യങ്ങളൊക്കെ നമ്മുടെ ശത്രുരാജ്യങ്ങളുള്ള അവരൊക്കെ പേടിക്കുന്നുണ്ട്. ആദ്യത്തെ കപ്പലിൻ്റെ പേര് നീലഗിരി, രണ്ടാമത്തത് സൂറത്ത്, ഇനി അടുത്ത അന്തർവാഹിനി എന്ന് പറയുന്നത് വാക്ഷീർ. ഇവ മൂന്നും കൂടെ ഒരേ സമയം നീറ്റിലിറക്കുക എന്ന് പറയുന്നത് ലോകത്തെ അപൂർവം രാജ്യങ്ങൾക്ക് മാത്രമേ സാധിച്ചിട്ടുള്ളൂ. കാരണം 2 യുദ്ധക്കപ്പലും ഒരു അന്തർവാഹിനിയും നമ്മൾ തദ്ദേശീയമായി നിർമ്മിക്കുന്നു, എന്നിട്ട് നമ്മുടെ അതിർത്തിയാക്കാനായിട്ട് രംഗത്തേക്ക് ഇറക്കുന്നു. ഇതൊക്കെ എന്ന് പറഞ്ഞാൽ നമുക്ക് സാധാരണഗതിയിൽ സങ്കല്പിക്കാൻ കഴിയുന്നതിനപ്പുറമാണ്. പ്രൊജക്റ്റ് 17A സ്റ്റെൽത്ത് ഫ്രിഗേറ്റ്, അങ്ങനെയാണ് നമ്മൾ നീലഗിരിയെ പറയുന്നത്. അതായത് ഈ നീലഗിരി എന്ന് പറയുന്ന യുദ്ധക്കപ്പലിൽ നിന്ന് നമുക്ക് മറ്റ് ശത്രു രാജ്യങ്ങളെയോ അല്ലെ മറ്റ് ശത്രുക്കളുടെ കപ്പലുകളെയോ ഒക്കെ നേരിട്ട് ആക്രമിക്കാൻ കഴിയും. അത് മിസൈലുകളുണ്ട്, റഡാറുകളുടെയൊക്കെ കണ്ണ് വെട്ടിച്ച് പോകാനുള്ള സൗകര്യമുണ്ട്. അങ്ങനെ അത്യാധുനികമായ എല്ലാ സൗകര്യങ്ങളും നമ്മൾ നീലഗിരിയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇനി പ്രൊജക്റ്റ് 15B സ്റ്റെൽത്ത് ഡിസ്ട്രോയർ ശ്രേണിയിലുള്ളതാണ് അടുത്ത കപ്പലായ സൂറത്ത്. ഇതിൻ്റെ ആവശ്യം എന്ന് പറയുന്നത് ശത്രുക്കളുടെ കപ്പലൊക്കെ നമ്മുടെ അതിർത്തിയിലേക്ക് വരും. അവയിൽ നിന്ന് രഹസ്യങ്ങൾ ചോഴ്ന്നെടുക്കാൻ പറ്റും. ആ രഹസ്യങ്ങൾ എന്തൊക്കെയാണെന്നൊക്കെ നമ്മൾ ചുരണ്ടിയെടുക്കുന്നു. അതുപോലെ തന്നെ അവരുടെ റഡാറിൽ പെടാതെ വളരെ കൃത്യമായി മൂവ് ചെയ്യാനൊക്കെ പറ്റുന്നുണ്ട്. അപ്പോൾ ഈ 2 യുദ്ധക്കപ്പൽ ഒപ്പം തന്നെ വാക്ഷീർ എന്ന പേരുള്ള ഒരു അന്തർവാഹിനിയും ഇറക്കുന്നു. അപ്പം ഈ അന്തർവാഹിനിയും ഈ 2 യുദ്ധക്കപ്പലും നമ്മൾ തദ്ദേശീയമായിട്ടാണ് നിർമ്മിക്കുന്നത്. അപ്പോൾ മുംബൈയിലാണ് ഇവ നിർമ്മിക്കുന്നത്. മുംബൈ നേവൽ ഡോക്യാർഡിൽ നിന്നാണ് ഇവ പുറത്തേക്ക് ഇറക്കുന്നത്. അപ്പോൾ നമ്മുടെ രാജ്യത്തിന് ഈ നേവൽ വിങ്ങിന് വലിയ ശക്തിയാണ് ഉണ്ടാകാൻ പോകുന്നത്. മാത്രമല്ല പരമ്പരാഗതവും പരമ്പരാഗേതരവുമായ ആക്രമണങ്ങളെല്ലാം തടയാൻ ഈ ഷിപ്പുകൾക്ക് സാധിക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള റഡാറുകളുണ്ട്, സോണറുകളുണ്ട്, അതുപോലെ തന്നെ ബാലിസ്റ്റിക് മിസൈലുകൾ, അത്തരത്തിലുള്ള സംവിധാനം വരെ ഈ കപ്പലുകളിലൊക്കെ സജ്ജീകരിച്ചിട്ടുണ്ട്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.